ഹായ്, വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട CUT എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ കാത്തിരുന്ന ദിവസം വന്നു. CUTയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. 19 ദിവസമായിട്ട് ഏകദേശം 35ഓളം ഷിഫ്റ്റുകളായി നടന്ന എക്സാമിൻ്റെ റിസൾട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. NTA വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാം. കൃത്യമായിട്ട് റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയാണ് പല വിദ്യാർത്ഥികൾക്കും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ എഴുതിയവരുണ്ടാവും. മാക്സിമം 5 സബ്ജക്റ്റ് ആയിരുന്നു നമുക്ക് എഴുതാൻ പറ്റിയിരുന്നത്. ചില ആളുകൾ 3 എഴുതിയവരുണ്ട്, 4 എഴുതിയവരുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി എജുബിൾസ് ലേണിംഗ് ഒരു സ്പെഷ്യൽ വെബിനാർ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നും നാളെയായിട്ട് നമ്മുടെ എജുബിൾസിൻ്റെ സ്റ്റുഡൻറ്റിന് ഇന്നും, അതുപോലെ തന്നെ ജനറലി മുഴുവൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാളെയും നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ തരും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ ജോയിൻ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫ്രീ വെബിനാർ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം CUT എക്സാം എഴുതുക എന്നതിനപ്പുറം അത് എഴുതി റിസൾട്ട് വന്നാൽ ഈ സ്കോർ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത് അത് കൃത്യമായി അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ചാൻസ്, നമ്മൾ കാത്തിരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ്റെ ചാൻസ് നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് വെബിനാർ സംഘടിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്തു തരും. സോ അതിൻ്റെ സമയം കൃത്യമായി ഓർത്തിരിക്കുക, കൃത്യമായിട്ട് പങ്കെടുക്കുക. സോ ഇന്ന് നമ്മൾ റിസൾട്ടിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് അതിൻ്റെ റിസൾട്ട് NTA പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിൽ നമുക്ക് കാണാം. അതിൻ്റെ ഡേറ്റ് എക്സാമിൻ്റെ ഡേറ്റ് നടന്നത് 11-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ആയിരുന്നു. ചില എക്സാമുകളൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ടോട്ടൽ 15 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തത്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടോട്ടൽ 37 സബ്ജക്റ്റുകളായിരുന്നു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എത്ര 332ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിലുണ്ടായിട്ടുണ്ട്. പിന്നെ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതിയ രജിസ്ട്രേഡ് കാൻഡിഡേറ്റ്, അതുപോലെ തന്നെ എത്ര പേരിലെ 2025-ലും 2026-ലുമുള്ള വ്യത്യാസങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറി വൈസിൽ എഴുതിയ ആളുകളുടെ ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും റിസൾട്ട് നോക്കിയാൽ. പിന്നെ ഓരോ ലാംഗ്വേജിൽ എഴുതിയ ആളുകൾ, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന് എഴുതിയ ആളുകൾ, പിന്നെ ഈ പ്രാവശ്യത്തെ ടോപ്പ് പെർഫോമൻസ്, നിങ്ങളുടെ അഗ്രഗേറ്റ് മാർക്ക് നോക്കിയാൽ നിങ്ങൾ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക, വെബ്സൈറ്റിൽ പോയിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ അഗ്രഗേറ്റ് മാർക്ക് നോക്കുക. ഇവിടെ ടോട്ടൽ എത്ര 100% കിട്ടിയിട്ടുള്ള എത്ര കാൻഡിഡേറ്റ് ഉണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് 1 കാൻഡിഡേറ്റ് ഹാസ് അച്ചീവ്ഡ് 100% സ്കോർ ഇൻ 4 ഔട്ട് ഓഫ് 5 ഓപ്റ്റഡ് സബ്ജക്ട്. അതായത് 5 സബ്ജക്റ്റുകൾ 4 എണ്ണത്തിലും 100% കിട്ടിയ ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ 3 എണ്ണത്തിൽ 100% കിട്ടിയ 22 വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ 2 സബ്ജക്റ്റുകളിൽ 100% കിട്ടിയ വിദ്യാർത്ഥികൾ എത്ര പേരുണ്ട്? 150. നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റിൽ 100% കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് 100% കമൻറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ പ്രധാനപ്പെട്ട ടോട്ടൽ അഗ്രഗേറ്റ് മാർക്ക് കിട്ടിയ ഏറ്റവും ടോപ്പിലുള്ള ആളുകളുടെ അഗ്രഗേറ്റ് സ്കോർ കണ്ടെങ്കിൽ അഗ്രഗേറ്റ് NTA സ്കോർ ഇൻ 5 സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പയർ ചെയ്യുക, ഏറ്റവും ടോപ്പ് കിട്ടിയ ആളുകളുടെ പെർസെൻറ്റേജിലാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇനിയാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം. നമുക്കറിയാം ഇതിൽ ടോട്ടൽ എത്ര യൂണിവേഴ്സിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എന്ന് വരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ കാണിച്ചു തരാം എത്ര യൂണിവേഴ്സിറ്റി ഈ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തു അല്ലേ. ഇവിടെ നോക്കിയാൽ നമുക്ക് ടോട്ടൽ എത്ര ആളുകളാണ്, എത്ര യൂണിവേഴ്സിറ്റീസ്, അതായത് 2025-ൽ 241 യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ ഈ പ്രാവശ്യം 244 യൂണിവേഴ്സിറ്റീസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ ഇത്രയും യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ CUT എക്സാമിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിലുള്ള സാധ്യത ഈ ഇന്ത്യയിലെ ഈ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും CUT എക്സാം വഴി അഡ്മിഷൻ എടുക്കും. സോ ഇതിലൂടെ അവർ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക,
ആ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ CUT സ്കോർ കാർഡ് ഉപയോഗിച്ച് അതിൽ അപ്ലൈ ചെയ്യുക. ആ സമയത്ത് അതിൽ കൃത്യമായിട്ട് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ, എലിജിബിലിറ്റി, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ യോഗ്യത വേണം, നിങ്ങൾക്ക് ഏതൊക്കെ ഡോക്യുമെൻ്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലൂടെ അറിയിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് സീറ്റുകളുണ്ട്. CUT എക്സാം വഴിയാണ് അവരുടെ അഡ്മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ ഡൽഹിയിലൊക്കെ ഒരുപാട് തവണയാണ്, അതായത് ഫസ്റ്റ് ഒരു മെറിറ്റ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും, പിന്നീട് അവിടെ അഡ്മിഷൻ ഒരു നിശ്ചിത ഡേറ്റിൽ അഡ്മിഷൻ എടുക്കാൻ പറയും. അതിനുള്ളിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഒരു ലിസ്റ്റ് തയ്യാറാക്കും. അതിൽ ചിലപ്പോൾ അങ്ങനെ പല തവണ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്കൊക്കെ അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഏത് സബ്ജക്റ്റിലെ, നിങ്ങൾ ഏത് സ്ട്രീമിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അത് നിങ്ങൾ ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അവിടുത്തെ എപ്പോഴാണ് അവിടെ നോട്ടിഫിക്കേഷൻ വരുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ വെബിനാറിൽ കൃത്യമായിട്ട് പറയും. സോ സ്കോർ കാർഡ് NTA വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്യുക. ഇനി എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കി വെക്കുക. ഏതൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കേണ്ടത്. കാരണം പല ഡോക്യുമെന്റ്സ് നിങ്ങളുടെ നമുക്കറിയാം, റിസർവേഷനുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ അതോറിറ്റി, സാധാരണ നമ്മൾ നാട്ടിലെ സ്കൂളുകൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് പോലെയല്ല, പലപ്പോഴും തഹസിൽദാറിനേക്കാൾ താഴെയുള്ള ആളുകളുടെ ഒപ്പല്ല അതിന് വേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും മതിയാകില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കുക. സോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു വെബിനാർ സംഘടിപ്പിക്കുന്നു. താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ ഉണ്ട്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക്